നമസ്കാരം, ഞാൻ അരുൺ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു റിംഗ് ലൈറ്റിൻ്റെ റിവ്യൂ ആണ്. റിംഗ് ലൈറ്റ് എന്ന് പറഞ്ഞാൽ അറിയാം, ഇതാണ് സംഭവം റിംഗ് ലൈറ്റ്. അപ്പോൾ ഇതിൻ്റെ അൺബോക്സിങ്ങും അതുപോലെ റിവ്യൂ ആണ് നമ്മളിന്ന് പറയാനായിട്ട് പോകുന്നത്. ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് വെറും 490 രൂപയ്ക്ക് മാത്രം വില വരുന്ന ഒരു റിംഗ് ലൈറ്റാണ് നമ്മളിന്ന് അൺബോക്സ് ചെയ്യുന്നത്. അപ്പോൾ ഇതിലും കുറഞ്ഞ റിംഗ് ലൈറ്റൊക്കെ കിട്ടും, 380-250 രൂപയൊക്കെ റിംഗ് ലൈറ്റ് ഉണ്ട്. പക്ഷേ നമ്മൾ ഈ ഒരു പ്രോഡക്റ്റ് അത്യാവശ്യം കുഴപ്പമില്ലാന്ന് തോന്നി. അത്യാവശ്യം നല്ല വലുപ്പമുണ്ട്. പിന്നെ 3 തരത്തിൽ നമുക്ക് 3 മോഡുകളായിട്ട് ഇതിൻ്റെ ലൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കും. അത് ഹോട്ട്, കൂള്, പിന്നെ നോർമൽ ലൈറ്റ്, പിന്നെ ഇതിൻ്റെ വെളിച്ചം കൂട്ടാനും കുറയ്ക്കാനും ഒക്കെ പറ്റും. അങ്ങനെ ഒരുപാട് ഫീച്ചേഴ്സുള്ള ഒരു റിംഗ് ലൈറ്റാണ് നമ്മളിന്ന് അൺബോക്സ് ചെയ്യുന്നത്. വെറും 490 രൂപ മാത്രം റേറ്റ് വരുന്ന ഒരു റിംഗ് ലൈറ്റാണ് നമ്മളിന്ന് അൺബോക്സിങ് റിവ്യൂ ചെയ്യുന്നത്. പലർക്കും ആഗ്രഹമുള്ള ഒരു കാര്യമായിരിക്കും ഒരു റിംഗ് ലൈറ്റ് വാങ്ങിക്കണം എന്നുള്ളത്. കാരണം പല യൂട്യൂബ് വീഡിയോസ് ഇടുന്നവരായാലും അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം റീൽസ് ഇടുന്നവരായാലും ഫേസ്ബുക്ക് ഷോർട്സോ യൂട്യൂബ് ഷോർട്സോ ടിക്ടോക്ക് വീഡിയോകളോ അതുപോലെയുള്ള മറ്റ് ഷോർട്ട് വീഡിയോകളോ അല്ലെങ്കിൽ കണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ വാങ്ങിക്കാനായിട്ടുള്ള ഒരു ആഗ്രഹമുള്ളൊരു പ്രോഡക്റ്റാണ് റിംഗ് ലൈറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ പലർക്കും ഈ ഒരു സംഭവത്തിന് എന്ത് വില വരും അല്ലെങ്കിൽ എന്ത് റേറ്റ് വരും, ഇതുകൊണ്ടുള്ള ഉപയോഗം എന്താണ്, അത്രയും കാര്യങ്ങളൊന്നും അറിയില്ല. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഈ വില കുറഞ്ഞ ഇത്രയും വില കുറഞ്ഞ ഒരു റിംഗ് ലൈറ്റിൻ്റെ അൺബോക്സിങ്ങും ഇതിൻ്റെ ഒരു ക്വാളിറ്റി എത്രത്തോളം ഉണ്ട്, ഇതിൻ്റെ എത്രത്തോളം വെളിച്ചം വരുന്നുണ്ട്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഇന്ന് പറയുന്നത്. പിന്നെ ഈ ഒരു പ്രോഡക്റ്റ് നമ്മൾ ഓൺലൈനായിട്ട് വാങ്ങിയതൊന്നുമല്ല കേട്ടോ, ഫേസോ അല്ലെങ്കിൽ ആമസോൺ വഴിയൊന്നും വാങ്ങിയതല്ല, നമ്മൾ സാധാരണ ലോക്കൽ ഷോപ്പുകളിൽ നിന്ന് വാങ്ങിയതാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി, നമുക്ക് അറേഞ്ച് ചെയ്യിപ്പിക്കാം. അപ്പോൾ നമുക്കിത് അധികം വൈകാതെ ഡയറക്റ്റായിട്ട് ഈ സംഭവത്തിൻ്റെ ഈ ഒരു റിംഗ് ലൈറ്റിൻ്റെ അൺബോക്സിങ്ങിലേക്ക് നോക്കാം. പിന്നെ എന്താണ് റിംഗ് ലൈറ്റ് എന്നും അതുപോലെ ഇതിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്നൊക്കെ നിങ്ങൾക്ക് പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല എന്ന് തോന്നുന്ന ഒരു കാര്യമാണ്. ഇപ്പോൾ ടിക്ടോക്കൊക്കെയുള്ള സമയത്താണെങ്കിൽ നമ്മൾ കണ്ടുവന്ന സാധനമാണ്. പിന്നെ ഇപ്പോൾ ഒരുപാട് പേര് ഇപ്പോൾ ഉപയോഗിക്കുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഒരു റിംഗ് ലൈറ്റും അതുപോലെ തന്നെ ഒരു ഐഫോണും ഉണ്ട്, ആപ്പിൾ ഐഫോണും ഉണ്ട് എന്നുണ്ടെങ്കിൽ ലൈക്കുകൾ കുറേ വരും എന്ന് വിശ്വസിക്കുന്ന ഒരു കൂട്ടം ആളുകൾ ഇപ്പോഴും ഉണ്ട്. ശരിക്കും ഈ ഒരു സംഭവം ഉപയോഗിക്കുന്നതുകൊണ്ടുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ലൈറ്റ് മുഖത്തേക്ക് വരും, നല്ല രീതിയിൽ പ്രൊജക്റ്റായിട്ട് നമ്മുടെ ഫേസ് മൊത്തം നല്ല ക്ലിയർ ആയിട്ട് നമുക്ക് ഓരോ ചെറിയ ഭാഗങ്ങളും നല്ല ഭംഗിയോട് കൂടിയിട്ട് നല്ലൊരു ഫോക്കസ് ആയിട്ടും നല്ല ഷാർപ്പായിട്ട് നല്ലൊരു ക്വാളിറ്റി ഉള്ള ഒരു വീഡിയോ നമുക്ക് എടുക്കാൻ സാധിക്കും. അപ്പോൾ അതിന് ഐഫോൺ വേണമെന്നൊന്നുമില്ല, നമുക്ക് സാധാരണ ഒരു ആൻഡ്രോയിഡ് ഫോൺ ഉണ്ടെങ്കിലും നമുക്ക് നല്ലൊരു ക്വാളിറ്റി ഉള്ള വീഡിയോകൾ നമുക്ക് എടുക്കാൻ സാധിക്കും എന്നുള്ളതാണ് ഈ റിംഗ് ലൈറ്റിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഞാൻ അധികം പറഞ്ഞ് വൈകിപ്പിക്കുന്നില്ല. ഈ റിംഗ് ലൈറ്റ് ഉപയോഗിച്ചുകൊണ്ട് എടുത്ത കുറച്ച് വിഷ്വൽസ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അതുപോലെ തന്നെ ഇതിൻ്റെ പല മോഡുകൾ നേരത്തെ പറഞ്ഞു 3 തരത്തിൽ നമുക്ക് ഇതിൻ്റെ ലൈറ്റ് അറേഞ്ച് ചെയ്യാൻ സാധിക്കും. ഹോട്ട്, കൂള്, നോർമൽ, അങ്ങനെ 3 തരത്തിൽ നമുക്ക് ലൈറ്റ് അറേഞ്ച് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഈ 3 തരത്തിലും ലൈറ്റ് അറേഞ്ച് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള ഇതിൻ്റെ ഔട്ട്പുട്ടും കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നതായിരിക്കും. പ്രത്യേകിച്ച് റൂമിനകത്തൊക്കെ കുറച്ച് ലൈറ്റോ നോയ്സോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഞാൻ റെക്കോർഡ് ചെയ്യുന്നത് നമ്മുടെ സാധാരണ മൊബൈൽ ഫോൺ വെച്ചിട്ടാണ്. ഇപ്പോൾ മേക്കപ്പോ കാര്യങ്ങളൊന്നുമില്ല, ഇപ്പോൾ ലോക്ക്ഡൗൺ ആക്കിയതുകൊണ്ട് മുടിയൊക്കെ ആകെ വളർന്ന് ആകെ കോലം കിട്ടിയിരിക്കുകയാണ്. അപ്പോൾ എൻ്റെ ഈ ഒരു ഫേസിനകത്ത് ഈ ഒരു റിംഗ് ലൈറ്റ് വെച്ച് കഴിഞ്ഞാൽ എത്രത്തോളം ക്വാളിറ്റി ഉണ്ട്, ആ വീഡിയോയ്ക്ക് എത്രത്തോളം മാറ്റം വരുന്നുണ്ട്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. പിന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയൊരു കാര്യം പറയാനുള്ളത്, നിങ്ങൾ ഇത്ര നേരം എൻ്റെ വീഡിയോ കണ്ടിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. കാരണം നമ്മൾ ഓരോ വീഡിയോകൾ ഇടുമ്പോഴും അത് പ്രത്യേകിച്ച് യൂട്യൂബിനകത്ത് വീഡിയോകൾ ഇടുന്നവർക്കറിയാം, ഓരോ വീഡിയോയ്ക്ക് പിന്നിൽ നമ്മൾ ഒരുപാട് മണിക്കൂറുകളുടെ അല്ലെങ്കിൽ ഒരുപാട് ദിവസങ്ങളുടെ അധ്വാനം ഉണ്ടായിരിക്കും. നമ്മൾ പ്രത്യേകിച്ച് നമ്മുടെ ടെക് ചാനലൊക്കെ ആയതുകൊണ്ട് തന്നെ നമുക്ക് പ്രോഡക്റ്റുകൾ വാങ്ങിക്കാനായിട്ടോ അല്ലെങ്കിൽ പ്രോഡക്റ്റുകൾ അൺബോക്സ് ചെയ്യുമ്പോഴൊക്കെ ഒരുപാട് നമുക്ക് പൈസ ചിലവുണ്ട്, ടൈം ചിലവുണ്ട്, ഒരുപാട് മണിക്കൂറുകൾ നമ്മൾ അധ്വാനിച്ചിട്ടാണ് നമ്മൾ ഓരോ വീഡിയോകളും എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ ദയവ് ചെയ്ത് നിങ്ങൾക്ക് വീഡിയോ യൂസ്ഫുൾ ആണെന്ന് തോന്നിക്കഴിഞ്ഞാൽ ദയവ് ചെയ്ത് നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ടെക് ചാനലാണ്, ഒരു വ്ളോഗിങ് ചാനലൊന്നും അല്ലാതെ, അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ടൈം സ്പെൻഡായി പോകുമെന്ന് വിചാരിക്കുന്ന ടെക് ചാനൽ ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു സമയത്ത് എപ്പോഴെങ്കിലും ഒരു ഉപകാരപ്പെടുന്ന ഒരു ചാനൽ തന്നെയായിരിക്കും നമ്മുടെ ചാനൽ എന്ന് പറയുന്നത്. നമുക്ക് നിങ്ങളുടെ വീഡിയോ എന്തെങ്കിലും തരത്തിൽ ഉപകാരപ്പെട്ടെന്ന് തോന്നിക്കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നമ്മുടെ വീഡിയോ കാണുന്ന 97% ആളുകളും ഇപ്പോഴും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല. അപ്പോൾ ഞാൻ സ്ക്രീൻഷോട്ട് ഞാനിപ്പോൾ ഇവിടെ ഇടാം. അപ്പോൾ ദയവ് ചെയ്ത് നിങ്ങളതൊന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ ഞാൻ അധികം വൈകിപ്പിക്കാതെ ലാഗ് അടിപ്പിക്കാതെ ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ അൺബോക്സിങ്ങും ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ എത്രത്തോളം ക്വാളിറ്റി ഉണ്ട് അത്രയും കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. അപ്പോൾ ഇതാണ് റിംഗ് ഫിൽ ലൈറ്റിൻ്റെ ബോക്സ് എന്ന് പറയുന്നത്. പിന്നെ പുറത്ത് നല്ല രീതിയിൽ മഴ പെയ്യുന്നുണ്ട്, അപ്പോൾ അതുകൊണ്ട് എന്തെങ്കിലും ബാക്ക്ഗ്രൗണ്ട് നോയ്സ് ഒക്കെ വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് അഡ്ജസ്റ്റ് ചെയ്യണം. അപ്പോൾ ഈ ബോക്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ പ്രത്യേകിച്ചൊന്നും പറയാനില്ല, കാരണം ഇതിന് പ്രത്യേകിച്ച് ഒരു ബ്രാൻഡായിട്ടുള്ള ഐറ്റമൊന്നുമല്ല. അപ്പോൾ പല സ്ഥലങ്ങളിലും ചിലപ്പോൾ പല പേരിലായിരിക്കും ഈ ഒരു പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ഈ ഒരു ബോക്സ് വരിക. അപ്പോൾ ഈ ബോക്സിൻ്റെ മുകളിലായിട്ട് റിംഗ് ഫിൽ ലൈറ്റ് കൊടുത്തിട്ടുണ്ട്, പിന്നെ ഇതിൻ്റെ ഒരു ചെറിയൊരു ഫോട്ടോ കൊടുത്തിട്ടുണ്ട്, പിന്നെ ഇതെങ്ങനെ മൗണ്ട് ചെയ്യും അത്തരം കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 10 ഇഞ്ചിൻ്റെ സൈസാണെന്ന് കൊടുത്തിട്ടുണ്ട്. ശരിക്കും ഇത് 10 ഇഞ്ചിന് മുകളിലേക്ക് ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ കുറച്ച് ഡീറ്റെയിൽസ് ഫിൽ ലൈറ്റ് ആൻഡ് ബ്യൂട്ടി ഫേസ്, മേക്ക് ഫേസ് ആൻഡ് അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഐ ഇൻ ബ്യൂട്ടി, നൈറ്റ് കോർ എക്സ്ട്രീം, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഇവിടെ ബോക്സിൻ്റെ മുകളിൽ എഴുതിയിട്ടുണ്ട്. അപ്പോൾ അതൊന്നും നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല, സാധാരണ റിംഗ് ലൈറ്റിൻ്റെ ഒരു സംഭവം തന്നെയാണ്. പിന്നെ ബോക്സ് നമ്മൾ ഇത്തരത്തിൽ ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്തുനിന്ന് എന്തൊക്കെ കിട്ടുന്നുണ്ടെന്നൊക്കെ നോക്കാം. അപ്പോൾ ഇതിൻ്റെ ബോക്സ് ഇങ്ങനെ ഓപ്പൺ ചെയ്യുമ്പോൾ ഇതിനകത്ത് നമുക്ക് ആദ്യം കിട്ടുന്നത് ഇതിൻ്റെ മൊബൈൽ ഫോൺ ഫിറ്റ് ചെയ്യുന്ന ഒരു ഹോൾഡറാണ് ആദ്യം ചാടി വന്നത്. അപ്പോൾ ഇത് നമുക്കറിയാം, സാധാരണ നമ്മുടെ ഫോണുകളൊക്കെ ഫിറ്റ് ചെയ്യാൻ പറ്റിയൊരു സാധനമാണ്. നല്ലൊരു ക്വാളിറ്റി ഉണ്ടോ, നല്ലൊരു ബിൽഡ് ക്വാളിറ്റി ഉണ്ട്.
നല്ല സ്ട്രോങ് ആയിട്ടുള്ള പ്ലാസ്റ്റിക് തന്നെയാണ് വരുന്നത്. നല്ല രീതിയിൽ സ്ട്രെച്ച് ആവുന്നുണ്ട്. വേണമെങ്കിൽ മൊബൈൽ ഫോൺ അല്ലെങ്കിൽ ഒരു ചെറിയൊരു ടാബ്ലറ്റൊക്കെ നമുക്ക് ഫിറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ ഇതുപോലെ ചെറിയൊരു ലോക്ക് വരുന്നുണ്ട്. അത് നമുക്കറിയാം, ഈ ഒരു മൊബൈൽ ഫോണൊക്കെ സ്റ്റാൻഡിൽ ഫിറ്റ് ചെയ്യുമ്പോൾ ലോക്ക് ചെയ്യുന്നൊരു സംഭവമാണ്. ഇത് ആദ്യമായിട്ട് യൂസ് ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഇൻസ്ട്രക്ഷനാണ് കേട്ടോ. ഇത് സാധാരണ നമ്മൾ ട്രൈപോഡും കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുന്നവരുണ്ട് എന്നുണ്ടെങ്കിൽ ഇതൊക്കെ എങ്ങനെ ഫിറ്റ് ചെയ്യാം അത്തരം കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാൻ സാധിക്കും. അപ്പോൾ നമ്മൾ ഈ ഒരു ചെറിയ ഹോൾഡർ നമ്മൾ ഈ ഒരു സ്റ്റാൻഡിനകത്ത് ഫിറ്റ് ചെയ്തിട്ട് നേരത്തെ കാണിച്ച ആ ഒരു ലോക്ക് വെച്ച് നമ്മൾ ഫിറ്റ് ചെയ്യണം. ഈ ഒരു സ്റ്റാൻഡ് എന്ന് പറയുമ്പോൾ അത്യാവശ്യം നല്ലൊരു ഫ്ലെക്സിബിളാണ്. നമുക്ക് ഏതൊരു ആംഗിളിലേക്കും തിരിച്ചും മറച്ചും വയ്ക്കാൻ പറ്റിയൊരു സ്റ്റാൻഡാണ് നമുക്ക് ഇതിനോട് കിട്ടുന്നത്. നല്ല ക്വാളിറ്റി ഉണ്ട്. ഈ ഒരു ഹോൾഡർ ആയാലും അതുപോലെ ഈ ഒരു സ്റ്റാൻഡായാലും നല്ല ഒരു ക്വാളിറ്റി നമുക്ക് കിട്ടുന്നുണ്ട്. ഒരു ലോക്കൽ ക്വാളിറ്റി ഒന്നുമല്ല. പിന്നെ നേരത്തെ പറഞ്ഞു ഇതിന് വില കുറഞ്ഞ റിംഗ് ലൈറ്റൊക്കെ നമുക്ക് കിട്ടും. 250-300 ഒക്കെ റിംഗ് ലൈറ്റ് ഉണ്ട്. പക്ഷെ ഞാനിതെടുത്തത് ഞാനത് ഉപയോഗിച്ച് നോക്കി. അപ്പോൾ നല്ലൊരു ക്വാളിറ്റി ഉള്ള പ്രൊഡക്റ്റാണെന്ന് തോന്നിയതുകൊണ്ടാണ് ഞാനിതൊന്ന് ഇപ്പോൾ റിവ്യൂ ചെയ്യുന്നത്. അപ്പം നേരത്തെ പറഞ്ഞ പോലെ നമ്മളിത് ആമസോണിൽ നിന്നോ ഫ്ലിപ്കാർട്ടിൽ നിന്നൊന്നും വാങ്ങിയതല്ല, ലോക്കൽ ഷോപ്പുകളിൽ നിന്ന് വാങ്ങിയതാണ്. പിന്നെ തൊട്ട് താഴെ നമുക്ക് ഇതുപോലെ ഒരു ചെറിയൊരു സ്റ്റാൻഡിൻ്റെ ഒരു മൗണ്ട് ചെയ്യുന്നൊരു ഭാഗം വരുന്നുണ്ട്. നമ്മൾ ട്രൈപോഡോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഇതുപോലെ തന്നെ റിംഗ് ലൈറ്റ് സ്റ്റാൻഡൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതും ഈ ഒരു റിംഗ് ലൈറ്റിനും കണക്ട് ചെയ്യുന്ന ഒരു ഭാഗമാണ് വരുന്നത്. ഇത് നമുക്ക് ഇഷ്ടമുള്ള രീതിയിലേക്ക് നമുക്ക് തിരിച്ചു മറിച്ചോ ചെരിച്ചോ ഒക്കെ വയ്ക്കാൻ പറ്റിയൊരു അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ളൊരു സ്റ്റാൻഡാണ് വരുന്നത്. അപ്പോൾ ഇതാണ് ഈ റിംഗ് ഫിൽ ലൈറ്റിൻ്റെ സംഭവം എന്ന് പറയുന്നത്. ഇതാണ് റിംഗ് ഫിൽ ലൈറ്റ്. ഇതിനൊരു പ്ലാസ്റ്റിക്കിൻ്റെ കവറിനകത്താണ് വന്നിരുന്നത്. ഞാൻ ഓൾറെഡി ഉപയോഗിച്ച് നോക്കിയത് കൊണ്ടാണ് ഞാനിങ്ങനെ കാണിച്ചു തരുന്നത്. എടുത്തു പറയേണ്ട കാര്യം, ഇത് നല്ലൊരു ബിൽഡ് ക്വാളിറ്റി ഉണ്ട്. നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം നല്ല ക്വാളിറ്റി ഉണ്ട്. നല്ലൊരു അടിപൊളി കളറാണ്. നല്ലൊരു ക്വാളിറ്റിയുള്ള പ്ലാസ്റ്റിക് തന്നെയാണ് വരുന്നത്. പിന്നെ അതിൻ്റെ വയർ നല്ല ലെങ്ത് ഉണ്ട്. നല്ല ലെങ്ത്തുള്ളൊരു വയറാണ് വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇപ്പോൾ നമ്മൾ വീഡിയോ ചെയ്യുന്ന ഭാഗത്ത് ചാർജിങ് പോർട്ടോ കാര്യങ്ങളൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ചാർജ് ചെയ്യാനായിട്ടുള്ള ഒരു സെറ്റപ്പ് ഉണ്ട്. നല്ല ലെങ്ത് ഉണ്ട്. നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ എവിടെ വെച്ചിട്ട് വേണമെങ്കിലും വീഡിയോ റെക്കോർഡ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. പിന്നെ ഇതൊരു ടൈപ്പ് USB-യിലെ ഒരു ചാർജിങ് പോർട്ടാണ് വരുന്നത്. നമ്മുടെ സാധാരണ ഒരു അഡാപ്റ്ററില്ലേ, നമ്മൾ ചാർജിങ് അഡാപ്റ്ററോ അല്ലെങ്കിൽ പവർ ബാങ്കൊക്കെ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എപ്പോൾ വേണമെങ്കിലും ചാർജ് ചെയ്യാൻ പറ്റും. വലിയൊരു കറണ്ടൊന്നും ആവശ്യമില്ല അതിനായിട്ട്. സാധാരണ നമ്മുടെ മൊബൈൽ ഫോൺ ചാർജ് ചെയ്യുന്ന ചാർജിങ് അഡാപ്റ്ററിനകത്ത് കണക്ട് ചെയ്താൽ മതി. പിന്നെ ഇവിടെ കുറച്ച് സ്വിച്ചുകൾ കാണാൻ സാധിക്കും. അതിൽ ഒന്നാമത്തെ സ്വിച്ച് എന്ന് പറയുന്നത് ഓൺ ഓഫ് സ്വിച്ച് ആണ് വരുന്നത്. പിന്നെ മൈനസ് ബട്ടൺ വരുന്നത്, അതായത് നമുക്ക് ലൈറ്റിൻ്റെ അളവ് കുറയ്ക്കാനും കൂട്ടാനും പറ്റുന്ന ഒരു സ്വിച്ചാണ് വരുന്നത്. പിന്നെ പല മോഡുകൾ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഒരു സ്വിച്ച് വരുന്നുണ്ട്. അങ്ങനെ കാര്യങ്ങൾ കുറച്ച് സ്വിച്ചുകളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഞാൻ അതൊക്കെ ഉപയോഗിച്ചുകൊണ്ടുള്ള വീഡിയോ ഒരു സാമ്പിളൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നതായിരിക്കും. അപ്പോൾ പലർക്കുള്ള സംശയമാണ് ഈ ലൈറ്റൊക്കെ കത്തിക്കുമ്പോൾ ഒരുപാട് കറണ്ട് വരുമോ എന്നുള്ളതൊന്നും. അപ്പോൾ ഇത് LED ബൾബാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ തീരെ കറണ്ട് കാര്യങ്ങളൊന്നും വരില്ല. അപ്പോൾ ഈ സ്വിച്ചുകളൊക്കെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുള്ളത് നല്ലൊരു ക്വാളിറ്റി ഉണ്ട് കേട്ടോ. എല്ലാം നല്ല ക്വാളിറ്റി ഉണ്ട്. ഈ ഒരു വിലയ്ക്ക് നമുക്ക് കിട്ടുന്ന നല്ലൊരു ക്വാളിറ്റിയുള്ള പ്രോഡക്റ്റ് തന്നെയാണ്. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ സാധാ ചാർജിങ് അഡാപ്റ്ററോ ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് നമുക്കിത് ചാർജ് ചെയ്യാൻ സാധിക്കും. ചാർജിങ് എന്ന് വെച്ചാൽ ചാർജ് ചെയ്തുകൊണ്ട് ഉപയോഗിക്കാൻ സാധിക്കും. പിന്നെ ഈ നേരത്തെ നമ്മൾ ഫിറ്റ് ചെയ്ത ആ ഒരു സ്റ്റാൻഡ് ഈ ഒരു ട്രൈപോഡുമ്പോൾ തന്നെ നല്ല രീതിയിൽ സ്ട്രോങ് ആയിട്ട് ഫിറ്റ് ചെയ്യാനുള്ള ഒരു ചെറിയൊരു ഭാഗം ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കത് അതിൻ്റെ ഉള്ളിൽ കറക്റ്റായിട്ട് ഇത് കയറിയിരിക്കും. അതുപോലെ നമ്മൾ തിരിച്ച് വെച്ച് കഴിഞ്ഞാൽ കറക്റ്റ് അതിൻ്റെ കൂടെ ലോക്കായിട്ടിരിക്കും. പിന്നെ നമ്മൾ മൊബൈൽ ഫോണോ അല്ലെങ്കിൽ കുറച്ച് വെയിറ്റുള്ള ടാബൊക്കെ ആയാലും നമുക്ക് അതിനകത്ത് വെച്ചാലും ഒരു കുഴപ്പമില്ലാണ്ട് അത് ഇരുന്നോളും. ഞാൻ ഉപയോഗിക്കുന്ന ഫോണിന് ഓൾമോസ്റ്റ് 200 ഗ്രാമിൽ കൂടുതൽ വെയിറ്റ് ഉണ്ട്. എന്നിട്ട് വരെ നല്ല രീതിയിൽ ഫിറ്റായിട്ടിരിക്കുന്നുണ്ട്. പിന്നെ ഈ ഒരു താഴെ കാണുന്ന ഭാഗത്താണ് നമ്മുടെ ട്രൈപോഡ് അല്ലെങ്കിൽ ഈ ഒരു സ്റ്റാൻഡ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഫിറ്റ് ചെയ്യേണ്ടത്. അതായത് റിംഗ് ലൈറ്റ് സ്റ്റാൻഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഫിറ്റ് ചെയ്യാം. ഇല്ലെങ്കിൽ നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന ട്രൈപോഡുകളോ അല്ലെങ്കിൽ ഇപ്പോൾ ഓൺലൈൻ ക്ലാസ്സിനൊക്കെ വേണ്ടി ഉപയോഗിക്കുന്ന ചെറിയ ചെറിയ സ്റ്റാൻഡുകളായാലും നമുക്ക് അതിനെ താഴെ ഫിറ്റ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഈ ഒരു മൗണ്ടിന് അത്യാവശ്യം കനമുണ്ട്, വെയിറ്റ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ നല്ലൊരു സ്റ്റെബിളായിട്ട് നിൽക്കും. ഷേക്കോ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു സംഭവം ഫിറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത്. ഇപ്പോൾ നമുക്ക് ട്രൈപോഡ് വെച്ചിട്ടോ അല്ലെങ്കിൽ നമുക്ക് കൈ പിടിച്ചിട്ടൊക്കെ ആയാലും നമുക്ക് ഈ ഒരു വീഡിയോ റെക്കോർഡ് ചെയ്യാൻ സാധിക്കും. ഇത് അഡ്ജസ്റ്റബിൾ ആണ്. നമുക്ക് തിരിച്ചും മറിച്ചും എവിടേക്ക് വേണമെങ്കിലും തിരിച്ചു വയ്ക്കാൻ പറ്റും. അപ്പോൾ അതിനുള്ള ഒരു ഭാഗം കൂടി ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു പ്രോഡക്റ്റ് ഇങ്ങനെ ഓപ്പൺ ആക്കി നോക്കുമ്പോൾ കാണുന്ന ഭാഗം എന്ന് പറയുന്നത്. നമുക്ക് മൊബൈൽ ഫോൺ വയ്ക്കാൻ സാധിക്കും, ടാബ് വയ്ക്കാൻ സാധിക്കും. പിന്നെ ചാർജിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. ഇത് നമുക്കിത് ഓപ്പൺ ആക്കി നോക്കിയിട്ട് ഇത് വെളിച്ചം കത്തിച്ച് നോക്കിയിട്ട് ഇതിൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. ഞാൻ റെക്കോർഡ് ചെയ്യുന്ന ഭാഗവും കുറച്ച് ലെങ്ത് ഉണ്ട്. അതായത് ഈ ചാർജിങ് പോർട്ടുമായിട്ട് കുറച്ച് നീളമുണ്ട്. ഇപ്പോൾ ഈ വയറയ്ക്ക് നീളമുള്ളത് കൊണ്ട് നല്ല എത്ര വേണമെങ്കിലും എവിടെ വേണമെങ്കിലും വെച്ച് നമുക്കിത് റെക്കോർഡ് ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ ഞാൻ ലൈറ്റ് കത്തിച്ചു. ഇതിപ്പോൾ നമ്മുടെ നോർമൽ വെളിച്ചമാണ് ഇപ്പോൾ കാണുന്നത്. എത്രത്തോളം ക്വാളിറ്റി ഉണ്ടെന്ന് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട്. നല്ലൊരു വെളിച്ചം നമുക്ക് ഇതിനകത്ത് വരുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ ഫോണിനകത്ത് ഒരു HDR ഉള്ളത് കൊണ്ടാണ് നമുക്ക് ഇത്തരത്തിൽ കാണുന്നത്. അല്ലെങ്കിൽ നല്ല രീതിയിൽ ഇപ്പോൾ പിന്നെ നമ്മൾ ഈ റൂമിനകത്തൊക്കെ വെളിച്ചം ലൈറ്റ് ഓൺ ആക്കിയിട്ടുണ്ട്. എന്നിട്ടും നല്ല ഭംഗിയിൽ നമുക്ക് ഇതിൻ്റെ ലൈറ്റ് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. നമ്മൾ സാധാരണ ഈ ടിക്ടോക്കിനകത്തും ഇൻസ്റ്റാഗ്രാം റീൽസിനകത്തും കാണുന്ന സെയിം ഒരു റിംഗ് ലൈറ്റ് തന്നെയാണ് ഇത് വരുന്നത്. ഇപ്പോൾ നമ്മുടെ കൈയൊക്കെ വയ്ക്കുമ്പോൾ ഞാൻ ഇപ്പോൾ എൻ്റെ കൈ ജസ്റ്റ് വെച്ച് കാണിച്ചു തരാം. ആ കൈ വയ്ക്കുമ്പോൾ കാണാം നമുക്ക് ആ ഒരു കൈയിൻ്റെ അവിടേക്ക് ആ ഭാഗത്തേക്ക് എത്രത്തോളം ലൈറ്റ് വരുന്നുണ്ട് എന്ന് ജസ്റ്റ് കാണിച്ചു തരാം. കണ്ടോ, നല്ലൊരു അടിപൊളിയായിട്ടുള്ള അതിൻ്റെ ഒരു ലൈറ്റും കാര്യങ്ങളും വരുന്നുണ്ട്. നമ്മുടെ 3 തരത്തിൽ നമുക്ക് ഇത് ലൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കും. ഇത് ഒരു ഹോട്ട് മോഡാണ്. അപ്പോൾ അതിൻ്റെ കളർ ചേഞ്ചായി. അതുപോലെ നമുക്കൊരു കൂൾ മോഡും വരുന്നുണ്ട്. അങ്ങനെ 3 തരത്തിൽ നമുക്ക് ഇതിൻ്റെ ലൈറ്റ് അറേഞ്ച് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഞാനതൊക്കെ ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു വീഡിയോ സാമ്പിളും ഞങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം.
റിംഗ് ലൈറ്റ് എങ്ങനെ ഉപയോഗിക്കണം അത്തരം കാര്യങ്ങളെ കുറിച്ചൊന്നും നിങ്ങൾ പറഞ്ഞു തരേണ്ടതില്ല എന്ന് എനിക്കറിയാം. അതിൽ ആദ്യമായിട്ട് ഇത്തരം കാര്യങ്ങളൊക്കെ കാണുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഇത് പറയുന്നത് കേട്ടോ, അല്ലെങ്കിൽ ലാഗ് അടുപ്പിക്കുന്നതല്ല. ഇത് കൂൾ മോഡാണ്. അപ്പോൾ നമുക്ക് 3 തരത്തിൽ ഇതിന് ലൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാം. പിന്നെ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് നമുക്ക് ലൈറ്റിൻ്റെ അളവ് കുറയ്ക്കാനും കൂട്ടാനൊക്കെ സാധിക്കുമെന്നുള്ളതാണ്. നമുക്ക് ഇഷ്ടമുള്ള അളവിൽ ഇപ്പോൾ നമ്മൾ വീഡിയോ എടുക്കുന്ന റൂമിനകത്ത് വെളിച്ചം കുറവാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ വെളിച്ചം മാക്സിമം കൂട്ടി നല്ല വെളിച്ചമാക്കാൻ സാധിക്കും. അതുപോലെ വെളിച്ചം കുറവാണെന്നുണ്ടെങ്കിൽ അത് കുറച്ച് വയ്ക്കാനും സാധിക്കും. ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ റിംഗ് ലൈറ്റിൻ്റെ വെളിച്ചത്തിൽ മാത്രം റെക്കോർഡ് ചെയ്യുന്ന വീഡിയോ ആണ് കേട്ടോ. അതായത് നമ്മൾ ഇരിക്കുന്ന റൂമിൻ്റെ അകത്ത് ലൈറ്റ് ഓഫ് ആക്കിയിട്ടുണ്ട്. ഞാൻ റിംഗ് ലൈറ്റ് മാത്രം കത്തിച്ചുകൊണ്ട് എത്രത്തോളം ക്വാളിറ്റി ഉണ്ടെന്ന് കാണിച്ചു തരാം കണ്ടോ. നല്ലൊരു പ്രൊഫഷണൽ ലുക്ക് നമുക്ക് വരുന്നുണ്ട്. ഇത് ഞാൻ ഇപ്പോൾ സ്റ്റാൻഡിൻ്റെ മുകളിലൊന്നും ഫിറ്റ് ചെയ്തിട്ടില്ല, ജസ്റ്റ് കൈയിനകത്ത് വെച്ചിട്ടാണ് കാണിക്കുന്നത്. ആ കണ്ണിൻ്റെ അകത്ത് ഉള്ളിലത്തെ ആ ഒരു കൃഷ്ണമണിയുടെ ഉള്ളിലൊക്കെ കാണിക്കുന്ന റിംഗ് ലൈറ്റൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ട്, നല്ല വെളിച്ചമുണ്ട്. നിങ്ങൾക്ക് ശരിക്കും ഇതിൻ്റെ ഒരു ക്വാളിറ്റി എത്രത്തോളം ഉണ്ടെന്ന് അറിയണമെങ്കിൽ പരമാവധി ഈ ഒരു വീഡിയോ ഫുൾ സ്ക്രീനിലിട്ടിട്ട് അതുപോലെ ഒരു ഹൈ റെസൊല്യൂഷനിലിട്ട് കണ്ടു കഴിഞ്ഞാൽ ഇതിൻ്റെ ക്വാളിറ്റി എത്രത്തോളം ഉണ്ടെന്ന് കാണാൻ സാധിക്കും. അപ്പോൾ ഞാൻ മോഡ് മാറ്റി ഇപ്പോൾ കൂൾ മോഡിലാണ് വർക്ക് ചെയ്യുന്നത്. നേരത്തെ ഹോട്ട് മോഡായിരുന്നു. അത് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ നമുക്ക് ഇതിൻ്റെ ഒരു ലൈറ്റ് അറേഞ്ച് ചെയ്യാൻ സാധിക്കുന്നുണ്ട് കണ്ടോ. നല്ലൊരു ക്വാളിറ്റി നമുക്ക് വരുന്നുണ്ട്. ഇത് നോർമൽ മോഡാണ്. അങ്ങനെ 3 തരത്തിൽ നമുക്ക് അതിൻ്റെ ലൈറ്റ് അറേഞ്ച് ചെയ്യാം. അപ്പോൾ നമ്മുടെ ശരിക്കും ഇത് മേക്കപ്പ് ഒക്കെ ചെയ്ത് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒന്നും കൂടി നല്ലൊരു ലുക്ക് നമുക്ക് കിട്ടുന്നുണ്ടോ, നല്ലൊരു പ്രൊഫഷണൽ ലുക്ക് നമുക്ക് ഇതിനകത്ത് കിട്ടും കണ്ടോ. അതിൻ്റെ എല്ലാ ഭാഗങ്ങളും നല്ലൊരു ക്വാളിറ്റിയോട് കൂടി നമുക്ക് കിട്ടുന്നുണ്ട്. ഇനി ഞാൻ റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന റൂമിനകത്ത് ലൈറ്റ് ഒന്നിട്ടിട്ട് ജസ്റ്റ് കാണിച്ചു തരാം. ഇപ്പോൾ ഞാൻ ലൈറ്റ് ഇട്ടു. ഇപ്പോൾ ട്രൈപോഡ് ഇല്ലാതെ, അതായത് ഈ ഒരു റിംഗ് ലൈറ്റ് ഇല്ലാതെ നമ്മൾ ആ വീഡിയോ എടുക്കുമ്പോഴും ഈ ലൈറ്റ് ഇട്ടിട്ട് വീഡിയോ എടുക്കുമ്പോഴുള്ള വ്യത്യാസം കാണാൻ സാധിക്കും കണ്ടോ. അപ്പോൾ ലൈറ്റ് ഇട്ടു. ഇനി നമ്മൾ ലൈറ്റ് ഇട്ടുള്ള സമയത്ത് തന്നെ നമ്മൾ ഈ റിംഗ് ലൈറ്റ് ഉപയോഗിക്കുമ്പോൾ കണ്ടോ വളരെ ഒരു പ്രൊഫഷണലായിട്ട് നമ്മുടെ ഫേസിനോട് ചേർന്നിട്ട് വെക്കുകയാണെന്നുണ്ടെങ്കിൽ അത്രയും നല്ലൊരു ക്വാളിറ്റി വീഡിയോ നമുക്ക് ഔട്ട്പുട്ട് നമുക്ക് ഇതിനകത്ത് കിട്ടുന്നുണ്ട്. നിങ്ങൾക്ക് നേരിട്ട് കാണാൻ സാധിക്കുന്നുണ്ടായിരിക്കും. പിന്നെ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടൊക്കെ ബ്ലാക്കും ഒക്കെ ആക്കുകയാണെങ്കിൽ വേറൊരു സോളിഡ് കളറൊക്കെ ആക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്നും കൂടി നല്ലൊരു ക്വാളിറ്റിയുള്ള വീഡിയോ നമുക്ക് ഇതിനകത്ത് കിട്ടും. ഇപ്പോൾ ജസ്റ്റ് ഒരു ഡെമോ എന്ന നിലയിലാണ് ഇത് കാണിച്ചു തരുന്നത്. നമ്മൾ ഇത്തരത്തിൽ ഇൻസ്റ്റാഗ്രാം റീൽസോ കാര്യങ്ങളൊന്നും ചെയ്യാത്ത ഒരാളാണ്. അപ്പോൾ പലരും നമ്മുടെ വീഡിയോകൾ കാണുന്ന പലരും അല്ലെങ്കിൽ നമ്മുടെ സുഹൃത്തുക്കളൊക്കെ ഇത്തരത്തിലുള്ള റിംഗ് ലൈറ്റിനെ കുറിച്ച് ചോദിക്കാറുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ഇടുന്നത്. അപ്പോൾ ഓവറോൾ നല്ലൊരു അടിപൊളി പ്രോഡക്റ്റ് തന്നെയാണ് ഈ ഒരു സംഭവം എന്ന് പറയുന്നത്. റേറ്റും കുറവാണ്, 490 രൂപ മാത്രം റേറ്റ് വരുന്ന ഒരു പ്രോഡക്റ്റാണ്. കാരണം ഈ ഒരു സംഭവം കുറേ പേര് എത്ര രൂപ വരും എത്ര റേറ്റ് വരും എന്നതിനെക്കുറിച്ചൊന്നും അറിയാതെ പലരും ഇത് വാങ്ങിക്കാനായിട്ട് മടി കാണിച്ച് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയുള്ള ഈ വീഡിയോ എന്ന് പറയുന്നത്. ഞാൻ ഇതൊന്നും പറയാനില്ല. അപ്പോൾ എന്തെങ്കിലും സംശയങ്ങൾ